കുറക്കടയിൽ ഒറ്റപ്പെട്ടു കഴിഞ്ഞിരുന്ന 88 വയസ്സുള്ള ഫാനു എന്ന വൃദ്ധനെ കലാഭവൻമണി സേവന സമിതി ഏറ്റെടുത്തു. ഒരു ചെറിയ ഷെഡിൽ ബന്ധുക്കളാരുമില്ലാതെ അവശനിലയിലായിരുന്ന വൃദ്ധനെയാണ് കലാഭവൻമണി സേവന സമിതി ചെയർമാൻ അജിൽ മണിമുത്തിന്റെ നേതൃത്വത്തിൽ വൃദ്ധസദനത്തിലേക്ക് മാറ്റിയത്. അവശനിലയിലായിരുന്നെങ്കിലും പ്രദേശത്ത് ആളുകൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ച് സന്നദ്ധ പ്രവർത്തകർക്ക് കൈമാറുന്ന മാതൃകാ പ്രവർത്തനം ശ്രീ ഫാനു നടത്തിയിരുന്നു. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അജിൽ മണിമുത്ത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറക്കടയാണ്. കുറക്കടയിലൊരു മാങ്ങ ഒറ്റയ്ക്ക് കിടക്കുന്നു എന്നുള്ളൊരു വാർത്ത ഇന്നലെ നമ്മുടെ മംഗലാപുരം പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പറും ഒക്കെയാണ് ഞങ്ങളെ അറിയിച്ചത്. അപ്പോൾ എന്തായാലും അദ്ദേഹത്തെ കാണാൻ വേണ്ടി എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ വന്ന് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ ആരുടെയും സഹായമില്ലാതെ കഴിയുന്ന ഒരു വല്ലാത്തൊരു കാഴ്ചയാണ്. നമ്മളെന്തായാലും ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. എന്തായാലും നമ്മൾ നമ്മുടെ മണിദേവാലയത്തിലേക്ക് മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഇവിടെയാണ് അദ്ദേഹം ഇത്രയും ദിവസം കിടന്നിരുന്നത്. നമുക്ക് പേടിയുണ്ട്, പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടിയുണ്ട്. കാരണം ആ തരത്തിലേക്കാണ് ഇവിടെ കിടക്കുന്നത്. എന്തായാലും വല്ലാത്തൊരു ദുഃഖകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമ്മളിപ്പം കണ്ടിരിക്കുന്നത്. നമ്മളെന്തായാലും എടുക്കാൻ പോവുകയാണ് അദ്ദേഹത്തെ. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, വെളിയിൽ കുറേ പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റുകളും അദ്ദേഹം കൂട്ടി. കാരണം അദ്ദേഹത്തിന് കിടക്കാൻ സൗകര്യം ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവർക്ക് അസുഖങ്ങളോ ഒന്നും വരരുതെന്ന് ചിന്തയുള്ളൊരു മനുഷ്യന് കൂടിയാണ്, ഒരു നന്മയുള്ളൊരു മനുഷ്യനാണ്. കാരണം നമ്മളുൾപ്പെടെയുള്ള ആൾക്കാർ പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയുമ്പോൾ അത് അദ്ദേഹം പറക്കി കൂട്ടി അദ്ദേഹം എന്ത് ചെയ്തത്, അത് ഒരു സ്ഥലത്ത് പറക്കി കൂട്ടിയൊക്കെയാണ്. എന്തിനാണ്? അത് മറ്റുള്ളവർക്ക് ദോഷമായി ഒന്നും വരരുതേ എന്നുള്ള ഒരു ചിന്തയിൽ നല്ലൊരു മനസ്സുള്ളൊരു മനുഷ്യന് കൂടിയാണ്. എന്തായാലും അദ്ദേഹത്തെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സംഗതിയാണ് നമ്മൾ കാണുന്നത്. ബന്ധുക്കളൊന്നും മക്കളും ഭാര്യയുമായിട്ടൊക്കെ പിണക്കത്തിലാണ്. പിന്നെ അടുത്ത കുറച്ച് ബന്ധുക്കളായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ അവർക്കൊന്നും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കാണിക്കുന്നില്ല, താല്പര്യം കാണിക്കുന്നില്ല. സാമ്പത്തികം തന്നെയാണ് വിഷയം. ഇപ്പോൾ വളരെ നാളായി ഒറ്റയ്ക്ക് കഴിയുന്നൊരവസ്ഥയിലാണ്. നമ്മൾ നാട്ടുകാരാണ് ചേർന്നിട്ട് ഒരു ചെറിയൊരു മുറി കെട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ വസ്തു ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകാത്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വാർഡ് മെമ്പറും പഞ്ചായത്തും അതുപോലെ തന്നെ നമ്മുടെ അംഗനവാടി ജാഗ്രതാ സമിതിയുടെ കൺവീനറുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടെന്ന് അറിഞ്ഞതും നമുക്ക് എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവമാണ് അവിടെ നിന്ന് കിട്ടിയത്. അപ്പോൾ ഈ മാമൻ എന്തായാലും വളരെ നല്ലൊരു കൈകളിൽ തന്നെയാണ് ഏൽപ്പിക്കുന്നത്, സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ തന്നെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ ബന്ധപ്പെട്ട് അവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുകയും നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാനും പറ്റും. എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ് ഈ അജിൽ മണിമുത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു സന്നദ്ധ സേവാ സംഘം ചെയ്യുന്നത്. അമ്മാവന് 10-40 വർഷം കൊണ്ട് ഈ പുരയിടത്തിൽ താമസിക്കുന്നത് അറിയാം. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്ത 2 വീടിൻ്റെ അപ്പുറമാണ്. അപ്പോൾ അന്ന് ബന്ധുക്കളായിട്ടൊന്നും അമ്മാവൻ്റെ ആരെയും ഇവിടെ കണ്ടിട്ടില്ല. ഒരു ശേഷകാരനെയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ വസ്തു എഴുതി വെച്ചു. ആ വെച്ച വ്യക്തി മരണപ്പെടുകയും ചെയ്തു. അവരുടെ മക്കളെ പേരിനായിട്ട് ഈ വസ്തുവായി. അത് കാരണത്താൽ അമ്മാവനിപ്പോൾ എങ്ങും കിടക്കാടവും ആഹാരവും സംരക്ഷണയും ഇല്ല എന്നുള്ളൊരു അറിയിപ്പ് ഞാനും നേരിട്ട് പല ദിവസവും കാണുന്നു. ഇവിടുത്തെ വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാനും ഇതിന് അനുകൂലമായിട്ട് അമ്മാവനെ അവിടെ ആക്കുവാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്ഥാപനമാണെന്ന് അറിഞ്ഞ കാരണത്താൽ ഇവരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഇതിനൊരു നാട്ടുകാരും അയൽവക്കക്കാരുമാണ് ഈ നിൽക്കുന്ന എല്ലാവരും. അപ്പോൾ അവരുടെ എല്ലാവരെയും സപ്പോർട്ടും പിന്നെ അമ്മാവൻ്റെ അടുത്ത ബന്ധുക്കളെ വീട്ടിൽ ഞാനിന്ന് 5 വീട്ടിൽ പോയി. അപ്പോൾ അവരെല്ലാവരും പറയുന്നത് അമ്മാവനെ നോക്കാൻ പറ്റൂല, ആരും ഏക്കൂല, എവിടെയെങ്കിലും ഒരു നല്ല സ്ഥാപനത്തിലാക്കിയാൽ ഞങ്ങളാരും ഒരു പരാതിക്കുമില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഈ ട്രസ്റ്റിൽ വിളിക്കാനിടയായതും. അപ്പോൾ നിങ്ങൾ മനസാക്ഷിയോടെ പെട്ടെന്ന് വന്ന് അതിലും നമുക്ക് സന്തോഷമുണ്ട്. അമ്മാവന് നല്ലൊരു സംരക്ഷണം കിട്ടുന്നതാണ്
നമുക്കിപ്പോൾ ഏറ്റവും ഈ നാട്ടുകാർക്കും അയൽവക്കക്കാർക്കും എന്നെ സംബന്ധിച്ചും ഒരു സന്തോഷം. അതുകൊണ്ട് നല്ല സംരക്ഷണമായിട്ട് നിങ്ങൾ നോക്കണം. എന്തെങ്കിലും കാര്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ വരികയും സഹകരിക്കുകയും ചെയ്യാനായിട്ടും തയ്യാറാണ്. കലാപുരം ഗ്രാമപഞ്ചായത്തിലെ ജാഗ്രതാ സമിതി കോർഡിനേറ്ററാണ്. അപ്പോൾ സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിവിടെ വരികയുണ്ടായി. അപ്പോൾ വയോജനങ്ങളുടെ ജാഗ്രതാ സമിതി നമ്മളിപ്പോൾ കൂടാറുണ്ട്. അപ്പോൾ ഈ മാമൻ ഇങ്ങനെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും അടച്ചുറപ്പുള്ള വീടൊന്നും ഇല്ല എന്നുള്ളതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വന്തമായ വീടും വസ്തുവും ഉള്ളവർക്ക് മാത്രമേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ മാമൻ്റെ വസ്തു മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ നിന്ന് യാതൊരു ഇതും ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് അറിയിച്ചത്. അപ്പോൾ എന്തെങ്കിലും മാർഗം എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷനേ ഉള്ളൂ. അപ്പോഴാണ് ഞങ്ങളുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിൽ സാറ് എനിക്ക് സാറിൻ്റെ നമ്പർ, അജിൽ സാറിൻ്റെ നമ്പർ എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇപ്പോൾ സാർ ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ മാമൻ്റെ സംരക്ഷണവും സുരക്ഷിതത്വവും ഒക്കെ ഏറ്റെടുക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട്. വലിയ മനസ്സിന് നന്ദി. കുളിച്ച് കുട്ടപ്പനായി ഉഷാറായിട്ടുണ്ട്. നമ്മുടെ മണിദേവാലയത്തിലേക്ക് നമ്മൾ നെഞ്ചോട് ചേർത്തെടുക്കുകയാണ്. എന്തായാലും ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ. അങ്ങോട്ട് നോക്കി ടാറ്റ പറഞ്ഞേ. ടാറ്റ ടാറ്റ ടാറ്റ.